യൂട്യൂബിൻ്റെ അപ്ഡേഷൻ മാറിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. 4000 മണിക്കൂർ ഉണ്ടായത് 365 ദിവസം കൊണ്ട് 4000 മണിക്കൂറായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പം അത് 8000 മണിക്കൂറായി ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, 2027 ഫെബ്രുവരി 1-ാം തീയതി മുതൽ സ്റ്റാർട്ടാവും. ഓൾറെഡി 8000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ യൂട്യൂബിൽ 4000 മണിക്കൂർ വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്തിട്ടും ഏണിങ്സ് കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും കൂടി ഒരു ബെനിഫിറ്റാണ് ഈ ഓൾറെഡി 8000 മണിക്കൂർ എന്നുള്ളത്. അപ്പോൾ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റാത്തവർക്ക് ഏണിങ്സും കിട്ടത്തില്ല. അഥവാ 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ആയി 1000 സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ചെയ്ത് വെച്ച് എന്നിട്ടും വ്യൂസ് വരുന്നില്ല. വ്യൂസ് ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് പോവാണ്, വ്യൂസ് വരുന്നില്ല. പിന്നെയും നമ്മുടെ വ്യൂസ് ഡൗൺ ആയി പോവാണ്. അതല്ലാന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ചിലപ്പോൾ കട്ടായി പോവാണ് ഒരു വർഷം കൊണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ചിലവർക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ 8000 മണിക്കൂർ ആയത് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ $100 തികയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ 8000 മണിക്കൂർ കൊണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂസ് കൊണ്ടുവരാൻ പറ്റും. കൂടുതൽ വ്യൂസ് വരും. കൂടുതൽ വ്യൂസ് വന്നാൽ മാത്രമാണ് നമുക്ക് 8000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് 8000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്താൽ പോലും നമുക്ക് വ്യൂസ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് പിന്നെയും മുന്നോട്ടേക്ക് പോകാൻ പറ്റും, ഏണിങ്സ് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ കാണുന്ന പോസിറ്റീവ് അതാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് 8000 മണിക്കൂറുള്ള സിമ്പിളായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോസ് വൈറലായിട്ടുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 50K 60K എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ ചിലപ്പോൾ 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ 2, 3, 4 വീഡിയോസ് നമ്മൾ വൈറലായി എന്ന് വിചാരിച്ചോ, അങ്ങനത്തെ കുറച്ച് വീഡിയോസ് നമുക്ക് വൈറലാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വ്യൂസും വാച്ചിങ് ഓവേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നല്ല കണ്ടന്റ് ക്രിയേറ്റർമാരെ യൂട്യൂബ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പുതിയ അപ്ഡേഷൻ കൊണ്ടുവരുന്നുള്ളത്. അതല്ലാതെ കുറേ ആൾക്കാർ വളരെ സിമ്പിളായിട്ട് 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യുന്നുണ്ട്, ചെയ്യാത്തവരുമുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടർക്കും വേണ്ടിയിട്ടാണ് ഇത് ഓൾറെഡി നല്ലൊരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്താൽ പോലും നമുക്ക് ഏണിങ്സ് കിട്ടാത്ത ആൾക്കാരാണ് മിക്ക ആൾക്കാരും ഉള്ളത്. അത് ഞങ്ങൾക്ക് കുറേ പേര് അറിയാം. അപ്പോൾ ഓൾറെഡി ഗ്രൂപ്പിൽ അതെല്ലാം ഉള്ള ആൾക്കാരാണ് നമുക്ക് ഓൾറെഡി മെസ്സേജ് അയക്കാറുണ്ട്, ഏണിങ്സ് കയറുന്നില്ല, ഇത് ലൈവ് ഇട്ടിട്ടും കാര്യമില്ല. കുറേ ആൾക്കാർ ലൈവിലൂടെയിട്ട് മോണിറ്റൈസേഷൻ ചെയ്ത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ലൈവിലൂടെയിട്ട് മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈവിൽ 1 ലക്ഷം വ്യൂസ് കിട്ടിയാൽ പോലും നമുക്ക് $1 പോലും അതിൽ കയറുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ലൈവിൽ അത്ര ഏണിങ്സ് കിട്ടത്തുള്ളൂ. ഷോർട്സ് വീഡിയോക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഷോർട്ട് വീഡിയോക്ക് ഇപ്പോൾ ഇനി മുതൽ നെക്സ്റ്റ് 2027 ഫെബ്രുവരി 1-ാം തീയതി മുതൽ ഷോർട്സിൻ്റെയും ഏണിങ്സ് കട്ടാവുമ്പോഴാണ്. ഓക്കെ, ആഡ്സൻസിലുള്ള ഏണിങ്സ് നമുക്ക് യൂട്യൂബ് തരത്തില്ല. ഇനി തരാൻ പോകുന്നത് നമുക്ക് അതിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്താലോ അതല്ലാന്നുണ്ടെങ്കിൽ കൊളാബ് ചെയ്താലോ അങ്ങനത്തെ എന്തെങ്കിലും ഓപ്ഷൻസിലായിരിക്കും നമുക്ക് വരുന്നുള്ളത്. 5 കൊളാബ് വരെ ചെയ്യാമെന്നാണ് ഓൾറെഡി പറയുന്നുള്ളത്. സംഭവം എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ കുറച്ച് കോപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കൊളാബ് ചെയ്തിട്ട് വീഡിയോ നമ്മൾ കൂടുതൽ റീച്ചുള്ള ആൾക്കാർക്ക്, കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് വേറൊരാൾക്കാരുടെ കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓൾറെഡി പേയ്മെൻറ്റ് തരും. ആ രീതിയിലായിരിക്കും ഷോർട്സിൻ്റെ അൽഗോരിതം പ്രവർത്തിക്കുന്നുള്ളത്. അപ്പോൾ യൂട്യൂബായിട്ട് ഷോർട്ട് വീഡിയോക്ക് നമുക്ക് ഏണിങ്സ് തരത്തില്ല എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ യൂട്യൂബ് മനസ്സിലാക്കുന്നത് കൂടുതൽ ലോങ് വീഡിയോ, കൂടുതൽ വ്യൂസ്, കൂടുതൽ ആൾക്കാർക്ക് ലോങ് വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഷോർട്ട് വീഡിയോ മാക്സിമം കുറക്കുക. ഇനി ഷോർട്ട് വീഡിയോക്ക് ഏറ്റവും നല്ലതാണ് സബ്സ്ക്രൈബർ കൂട്ടാനും അല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് അതിൽ ഏണിങ്സ് കിട്ടുന്ന ആൾക്കാർക്കൊക്കെ നല്ല ബെറ്ററാണ് ഷോർട്ട് വീഡിയോ. അതല്ലാതെ മാക്സിമം ലോങ് വീഡിയോയിൽ തന്നെ ഫോക്കസ് ചെയ്യുക. ലോങ് വീഡിയോ നിങ്ങൾ എന്ത് വീഡിയോ ഇട്ടാലും കുഴപ്പമില്ല, റെഗുലറായിട്ട് ലോങ് വീഡിയോ ഇടുകയാണെങ്കിൽ 100% അതിൽ വ്യൂസ് വരും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് കുറച്ച് വീഡിയോസ് ഇടും, എന്നിട്ട് കുറച്ച് ദിവസം വീഡിയോസ് ഇടില്ല, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് പല വീഡിയോസ് ഇടും. അങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങൾ റെഗുലറായിട്ട് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് തീരുമാനിച്ചിട്ട് ആ കണ്ടൻറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ വീഡിയോ ഇടാം. അതല്ലാതെ നിങ്ങൾ റെഗുലറായിട്ട് ഒരേ കാറ്റഗറിയിൽ പെട്ട വീഡിയോസ് ലോങ് വീഡിയോ നിരന്തരമായിട്ട് ഇടാം. ഒരു ദിവസം 1 or 2 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ഏറ്റവും ബെറ്ററാണ്. അതല്ലാതെ നമ്മളിങ്ങനെ സിമ്പിളായിട്ട് ചെറിയ ഉടായ്പിലൂടിയിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കട്ടോ.